ക്രീസ് എങ്ങടെ പോവാ മോനെ? പുതിയ കട തുടങ്ങും. എന്തിന്റെ കടയുടെ പേര്? അതറിയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എണീറ്റു. ഇന്നത്തെ പരിപാടികളൊക്കെ അത് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് നനയ്ക്കുക തന്നെയുണ്ടോ. ഇന്നലെ വരെ നനച്ചാമ്മയെന്ന് വിചാരിച്ചാണ്. പക്ഷെ നോക്കുമ്പോൾ നല്ല ചൂടല്ലേ, അവിടെ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 1-2 ദിവസം കൂടി നനച്ചേക്കാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ് ഗ്രേസ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഒക്കപ്പിച്ചിന് എനിക്ക് വരണ്ടാണ്. ഒക്കപ്പിച്ചിന് എനിക്ക് വരണ്ടാ. ഇന്നലെ പാവം ഗ്രേസിനെ എന്നെയും സ്റ്റീവ് ഉറക്കിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മേത്തെ കൂടെ ചാടലും മറയലും എന്തൊക്കെയോ കിടന്ന് കാണിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ വിചാരിച്ചു നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ ഒരു 4-5 ദിവസം കഴിഞ്ഞു ഞാനിപ്പോൾ സൈക്കിൾ ഓടിയിട്ട്. അപ്പോൾ ഇന്ന് തുടങ്ങി എന്തായാലും വീണ്ടും സൈക്കിൾ ഓടാൻ പോകണമെന്നൊക്കെ വിചാരിച്ച് കിടന്നാണ്. ഒരു 1 മണി 1:30 വരെ ഉറക്കിയിട്ടില്ല എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോൾ പട്ടികൾ കുറേ കുറുക്കന്മാർ വന്നിട്ട് എന്നിട്ട് കണക്കിന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സൈക്കിളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്ന് കടന്നില്ല. തെങ്ങേറ്റക്കാരൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണമില്ല. തെങ്ങുകളും എല്ലാത്തിനും തേങ്ങയുണ്ട്. ആ തെങ്ങും ഈ തെങ്ങും 3 തേങ്ങയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ വീഴുന്ന സൗണ്ട് കേട്ടിരുന്നു. തേങ്ങേനെ കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ സൈഡിലെവിടെയും കിടക്കണമെന്ന് തോന്നും. അപ്പോൾ എന്തിട്ടായാലും ഇങ്ങനെയാണ് പരിപാടികൾ. കറണ്ടിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഇന്ന് ചേട്ടന്മാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുമില്ലയോ എന്ന് അറിയില്ല. എന്തായാലും മെസ്സേജൊക്കെ വന്ന് നടക്കുന്നുണ്ട്. കൺസ്യൂമർ നമ്പറും മീറ്റർ നമ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരുമായിരിക്കാം അല്ലേ മിടു? വരുമായിരിക്കോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നന്നായിരുന്നു. അപ്പൊ രാവിലെ തന്നെ പോയി ബ്രഷ് ചെയ്തിട്ട് വാ. അപ്പോൾ സൂപ്പർ പാൽ ചായ. ഞാൻ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞിട്ടല്ലേ? ആക്ച്വലി ഞാൻ കട്ടൻ ചായ വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ ദിവസം വെച്ച് ശീലമായ കാരണം അറിയാണ്ട് പാൽ ഒഴിച്ചു. നീ കമ്മലിടാണ്ട് കിടക്കണം വിടൂ. ഞാൻ ഉറക്കത്തിന് എനിറ്റുള്ളൂ ചേട്ടാ. ഇട്ടോളാം. ഇടയ്ക്കൊക്കെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കമ്മലിടാണ്ട് കാണുന്നത്. ഞാൻ ഇടാൻ മറന്നു പോയതാ. ഇപ്രാവശ്യം മേടിച്ച ഇപ്രാവശ്യം മേടിച്ച പീനട്ട് ബട്ടർ സൂപ്പർ പീനട്ട് ബട്ടർ ക്രഞ്ചി. ഞാൻ പറയുമ്പോ നീ എന്തിനാ പറയണ? എന്റെ കയറി ഞാൻ പറഞ്ഞിട്ടല്ലോ കഴിച്ചില്ലല്ലോ. ഇല്ല, ഞാനാണ് ഇത്രയും കഴിച്ചത്. ഈ നക്കിയതൊന്നല്ലല്ലോ, തുടച്ചാലേ കണ്ട. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പീസുകളുണ്ട്, കൊറേ പീസുകൾ. ക്രഞ്ചി ഫുള്ളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ മേടിക്കുമ്പോഴേ നമ്മള് നോർമൽ പീനട്ട് ബട്ടർ ഒക്കെ മേടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ അവിടെയൊക്കെ ആയിട്ട് മുകളിൽ ഒരു ഇത്തിരി പീസൊക്കെ ഉണ്ടാവുള്ളൂ. ഉള്ളിലേക്ക് പീസുകളൊന്നും ഉണ്ടാവാറില്ല. ക്രഞ്ചിന്നൊന്നും മേടിക്കാറില്ല. ഇതിന്റെ ഉള്ളിൽ എന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. കറുമൂർന്ന് കടിച്ചു തന്നു. വണ്ണം കൂട്ടാനുള്ള ഒരു സാധനം. എനിക്ക് സാധനം മേടിച്ചാൽ മതി. മുമ്പ് മേടിക്കാനുള്ള സാധനമായിരുന്നോ? വേറെണ്ണത്തിനോടെ ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഇതില് പറ്റി തരട്ടെ? എന്നാലും കൊള്ളാട്ടോ. നമ്മുടെ ക്രഞ്ചി എങ്ങനെയാന്ന്? ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ല. ഇന്നില്ല 2 ദിവസമുള്ളൂ. കണ്ട ക്രഞ്ചി പീസുകൾ ഇരിക്കണ ഫുൾ ക്രഞ്ചിയാണ്. മതി. നല്ല പ്രാണിയാണോ? നോക്കട്ടെ. നമ്മുടെ ക്രഞ്ചി സ്റ്റേഷനിൽ മനസ്സിലായത് ഇതിന്റെ തന്നെയാ. കശുവണ്ടി അല്ല, പീനട്ട്. പീനട്ട്. ഇതും കൂടി തേക്കാനും എനിക്ക് വേണ്ടോ. എനിക്ക് സത്യം പറഞ്ഞ സാധനം ഇഷ്ടമല്ലാട്ടോ. ജാമണി അടിപൊളിയാണ്. എനിക്ക് പീനട്ട് ബട്ടർ മുമ്പ് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ചേട്ടൻ ഡയറ്റിൽ കഴിച്ച് എനിക്ക് ഇഷ്ടമായി. ഗുഡ് മോർണിംഗ് ജാമോനെ. രമണനെ രാവിലെ തന്നെ കണ്ടതിൽ സന്തോഷം. രമണന് ഇത്തിരിയുടെ പണികളുണ്ട്. അതായത് നമ്മുടെ പടരുന്ന ചെടികളൊക്കെ പടർത്താനുള്ള സ്റ്റാൻഡ് സംഭവങ്ങളൊക്കെ ജോമനെ കൊണ്ട് ഉണ്ടാക്കിയാന്ന് വെച്ചിട്ടുണ്ട്. ജോമൻ അതിവിദഗ്ധനാണ് സ്റ്റാൻഡ് ഉണ്ടാക്കണേല്. ജർമ്മനി കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ ജോമൻ അങ്ങനെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സമയം ഉച്ചയ്ക്ക് 12-1 മണി ഓവറായിട്ടോ. ഇത്ര നേരം ഓട്ടം തന്നെയായിരുന്നു. ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. KCB പോകണമായിരുന്നു. ഇവൻ ഇവിടെ വെൽഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് പെർമിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് പെർമിഷൻ എടുക്കണമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ
പുതിയ കണക്ഷൻ തരുമ്പോൾ അത് വലിച്ചു കെട്ടാനുള്ള വയർ വേണമല്ലോ, സ്റ്റേ വയറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് കളർ നോക്കിയിരുന്നു. നമ്മളിവിടെ എല്ലാം കെട്ടിയത് ബ്ലാക്കാണ് ഫുള്ള്. നമ്മൾ ഈ നെറ്റിൻ്റെ കേബിളായാലും അഴ കെട്ടിയതൊക്കെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. നല്ല സൂപ്പർ കേബിളുണ്ടത്. അത് തപ്പി കുറേ കടകളിൽ നടന്നു. പക്ഷെ ഒരു സ്ഥലത്തുമില്ല. 5 മീറ്ററും 10 മീറ്ററൊക്കെ ഉണ്ട്. നമുക്ക് 10-60 മീറ്റർ വേണമായിരുന്നു. അപ്പോൾ അതെവിടെയും കിട്ടാനില്ല. അപ്പോൾ അത് നോക്കി കിടന്ന് അങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ ലാസ്റ്റ് വെള്ളവയർ തന്നെ മേടിച്ച് പോന്നു. അപ്പോൾ ജോമനിവിടെ പൈപ്പിൻ്റെ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തോടെ എല്ലാം തീർത്ത് വരുന്നതാണ് ജോമൻ പറഞ്ഞേക്കണത്. എന്തൊരു ചെയ്യണമെന്ന് വെച്ചാലേ നമ്മൾ അവിടെയുള്ള ആ പടർന്നേക്കണ എന്നിട്ട് പേര് മറന്നല്ലോ, ആ വൈൻ, ഗാർലിക് വൈനെ നമ്മളിവിടുന്ന് പറക്കുകയാണ്. കാരണം ഇതിൻ്റെ വേര് വീടുമേക്ക് എന്നിട്ട് ഇതിൻ്റെ തറയൊക്കെ അവിടെ പൊളിയാനുണ്ട്. അപ്പോൾ അതിനവിടെ നിന്ന് എടുത്തിട്ട് ആ സൈഡിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ട് ഇവിടെ പടർത്തണം. പിന്നെ ഇവിടെ മറ്റേ പടരണ ഒരു ചെടി ഉണ്ടല്ലോ, കാറ്റ്സ് ക്ലേ ആ സാധനത്തിന് ഇവിടെ പടർത്തണുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവൻ സ്റ്റാൻഡ് അടിക്കും. പിന്നെ എൻ്റെ മണി പ്ലാന്റൊക്കെ പടർത്താനായിട്ട് ചെടിച്ചട്ടിയിൽ അങ്ങനെ 1-2 സ്റ്റാൻഡ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ DVDക്ക് സപ്പോർട്ട് കൊടുക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. ഭയങ്കര വർക്കാണ്. ജോമോനൊരു മാസത്തെ പണിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അല്ലടാ, ശരിക്കും നല്ല സൂപ്പർ. നിനക്ക് ഇഷ്ടപ്പെട്ട പണിയല്ല, സിമ്പിൾ പണികളല്ലേ, പക്ഷെ നിനക്ക് കുറേ പൈസ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ എന്തിട്ടായാലും അങ്ങനത്തെ പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി KCBക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരാമെന്നറിയില്ല. എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട്. പൈസ അടച്ചിട്ടുണ്ട്, സപ്പോർട്ട് കേബിൾ അതോടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അവരെപ്പോഴാണ് വരാൻ നോക്കാം. അല്ലേ മിടു കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഇതിലാണ്. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്ന പേരയ്ക്ക, അവിടെ പേരയ്ക്ക തിന്നാൻ ആരും ഇല്ല അത്ര. കറി എനിക്ക് ഒരു റിയൽ ലൈഫിൽ കാണിക്കാൻ പറ്റുമോ? ആണോ? ഇതെന്തിട്ടാ? ചോറ്, മത്തങ്ങയും പയറും. അപ്പം എന്തായാലും എടുത്തു വയ്ക്കി. ഞാൻ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. രാവിലെ കൊടുത്തിട്ടില്ലേ? അപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കണം. അപ്പം അടുത്ത് കഴിഞ്ഞ് കോഴിക്ക് തീറ്റ കൊടുക്കലാവട്ടെ. അപ്പോൾ നമ്മുടെ ജോമോൻ്റെ പെയിൻ്റ് അടിക്കൽ കഴിയാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടോ ബാക്കി? ഇനിയുണ്ട് സൈഡ്. അപ്പം നമ്മുടെ KCB ചേട്ടന്മാർ ഇവിടെ നമ്മുടെ പോസ്റ്റ് ഇടാനുള്ള കുഴിയെടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പോസ്റ്റ് വരാം. ഇവിടെ ഭയങ്കര വലിയ കുഴിയാണ് കേട്ടോ കുത്തിയേക്കണേ. ഇനിയും താത്തുന്നോണം അതിൻ്റെ അടിയിലേക്ക്. എന്നിട്ടാണ് ഇവിടെ നമ്മൾ പോസ്റ്റ് ഇടാം. അപ്പം മിക്കവാറും ഇന്ന് കണക്ഷൻ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാനും ഗ്രേസും കൂടി ഇങ്ങനെ പോസ്റ്റ് ഇറക്കുന്നത് കാണാൻ വന്നേക്കാം. അല്ലേ ഗ്രേസ്? വലിയ ഓട്ടയാണ് അവിടെ കുഴിച്ചേക്കുന്നത്. നീ കണ്ടില്ലേ വലിയ കുഴി കുത്തിയേക്കണേ? ചേട്ടന്മാരയിലേക്ക് ഇറക്കി വയ്ക്കും. അങ്ങനെ നമ്മുടെ പോസ്റ്റിനെ അൺലോഡ് ചെയ്തിട്ടുണ്ട്. 7,000-8,000 സംതിങ് ഉണ്ട് ആ പോസ്റ്റിൻ്റെ വില. അപ്പം എന്തായാലും അതിനിപ്പോൾ ഇവിടെ കുഴിച്ചിടും. ഭയങ്കര വലുതാണല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ പോസ്റ്റിനെ ഇവിടെ കുഴിച്ചിട്ടു. നല്ല ഹൈറ്റുള്ള പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ജോമോൻ്റെ വെൽഡിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ജോമൻ ചെടികൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ പടർത്താനുള്ള സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് കറുത്ത കമ്പി കിട്ടിയിട്ടോ. നമ്മൾ രാവിലെ അന്വേഷിച്ചിരുന്ന കമ്പിയും കൊണ്ട് പ്രാഞ്ചി ചേട്ടൻ എത്തിയിരിക്കുന്നു. ഹലോ, ഹായ് പറയ ചേട്ടാ. എന്തെങ്കിലും ഒരു ഉഷാറിലാണ്ടിരിക്കണേ? ഹായ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കറുത്ത വയറുമായി വെള്ള വയറുമായി. അപ്പോൾ അഴ കെട്ടാനുള്ള സംഭവമായി. ഇതാണ് നമ്മുടെ വെള്ളാട്ടാ. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും സാധനം. ഇത് കണ്ടോ, ഞാൻ പെയിന്റ് അടിച്ച സ്ഥലം എന്തൊരു ഫിനിഷോട് കൂടി ഇരിക്കണേ. എന്നിട്ട് ഇവിടെ പ്രാഞ്ചേട്ടൻ എന്തേ കണ്ടോ പാറ്റാക്കി പോലെ ആക്കി വെച്ചാണ്. നോക്കി ചേട്ടാ, ചേട്ടാ നോക്കി പെയിന്റ് ഇരിക്കണ നോക്കിയേ.
അനാവശ്യം പറഞ്ഞോളാൻ അവന് സന്തോഷായി. പണി പൂർത്തിയാവട്ടെ എന്നിട്ട് പറയുന്നേ. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മളിത്. സൂപ്പറോ. പിന്നെ ഈ പൈപ്പിനെ ഒരു ഇച്ചിരി നീട്ടം കുറവുണ്ട്. അപ്പൊ അതിനത് വെൽഡ് ചെയ്ത് അതിനെ നീട്ടം കൂട്ടിയേക്കാണ്. നമുക്ക് ഇവിടെ ഈ ബോക്സിന്റെ അടുത്തേക്ക് കേബിളിനെ കൊണ്ട് കെട്ടാനായിട്ടുള്ള പൈപ്പാണത്. ഗ്രേസ് എങ്ങനെ പോവാൻ പോണേ? അഷ്ടാച്ചേരി പുതിയ കട തുടങ്ങും. എന്തിന്റെ കടയുടെ പേര്? അതറിയില്ല. MCP. NCPന്റെ കടയിൽ NCP അല്ല MCP. അങ്ങോട്ടേക്ക് പോയിട്ട് സാധനങ്ങൾ മേടിക്കാം. അതിന് വേണ്ടി പോകുന്ന ഗ്രേസ്? ഞാൻ മമ്മിയും ഉണ്ട്. മമ്മിയുടെ ഇവിടെ വലിയ ലിസ്റ്റൊക്കെ ഉണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കണേ. എന്താ കാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിനാണ്. ഭയങ്കര ലിസ്റ്റ് ഒന്നുമില്ലേ? മഞ്ഞപ്പൊടി പോവാൻ അപ്പൊ മിടും ഗ്രേസും കൂടിയാണ് പോവാൻ പോകുന്നത്. ഞാനും സ്റ്റീവ് കൂട്ടനും പോണില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പണിക്കാരെയും നോക്കി ഇവിടെ നിൽക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ താപ്പ് കിട്ടിയ മുങ്ങൂടുന്നു. അപ്പൊ അവിടെ അവരെ നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ പണി തീരില്ല. അതുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ ഇരിക്കണേ. ഞാനും മമ്മിയും വിചാരിച്ചു നിങ്ങളെ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ട് പോവാൻ. ഓ അങ്ങനെ വിചാരിച്ചാണോ? നിങ്ങൾ കൊണ്ടുപോവില്ല. സിനിമ ട്രാക്ടർ അല്ല, സിനിമ തിയേറ്റർ. അങ്ങോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോവില്ല. രണ്ടു സ്ഥലത്തേക്ക് കൊണ്ടുപോവില്ല. പറന്നുപോയി ഗ്രേസ് ലിസ്റ്റ്. കൊണ്ടുപോ ഗ്രേസ് സിനിമ കാണാൻ പോകുമ്പോ അപ്പൊ എന്നെ കൊണ്ടുപോ. വെറുതെ പറഞ്ഞോ. കാഞ്ചന്റെ പെയിന്റിങ് സൂപ്പറാണ്. കുറച്ചും കഴിയുമ്പോ കാണാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ വരില്ല. നമ്മുടെ പണി മോശല്ലേ? എന്നിട്ട് നിനക്ക് കണ്ടിട്ട് എന്ത് തോന്നി? അത് ഞാൻ പെയിന്റ് അടിച്ച സ്ഥലം, ഇത് പ്രാഞ്ചേട്ടൻ പെയിന്റ് അടിച്ച സ്ഥലം. രണ്ട് കണ്ട എന്ത് തോന്നി? ഭംഗിതാണ്. ഏത് ഇത് ഏത്? ഞാൻ അടിച്ചത് ഉണങ്ങിയതല്ലേ? എനിക്ക് വീണ്ടും കോരി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ പൊളിഞ്ഞു പോകും, കട്ടി കൂടിയിട്ട്. മനസ്സിലായോ? അപ്പൊ വീഡിയോയില് കാണിക്കില്ലേ? കാണിക്കില്ല. പണി സ്റ്റീവ് എന്തിട്ട് പറയണേ? സ്റ്റീവിന്റെ ബിസ്ക്കറ്റോട് പോയി കയ്യിലുണ്ട്. പകുതി ഞാൻ താഴത്തിട്ട്. ആവശ്യതയല്ലേ? ജോമോന്റെ പണി പെയിന്റിംഗ് ആണ്. അവിടെ വെച്ചോടോ, അവിടെ വെച്ചോ. ഇല്ല ചിന്നർ നീ അവിടെ വെച്ചോ, ഗ്യാപ്പിൽ വെച്ചോ. ജോമോന്റെ പണി തീർന്നിട്ടില്ല. നമ്മുടെ അവിടെ സ്റ്റാൻഡിന്റെ റെയിൽവേ പാളം പോലെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടോ? കണ്ടോ? അങ്ങനെ ഒരു പാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയാണ്. വീട് വന്നിപ്പോ ഐസ്ക്രീം ഒക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അലിഞ്ഞല്ലേ ഗ്രേസ്? വേഗം കഴിച്ചോ. ഇപ്പൊ തന്നെ വെള്ളം എന്നാണ്. പാവം കൊച്ച്. എന്നൊന്ന് തൊട്ട് തയ്ക്കി കൊടുക്കായിരുന്നു. കൈ മഴുക്കണ്ട്. നീ തൊട്ടോ. അപ്പൊ എന്റെ കൈമയോ? കൈമൊക്കെ അമ്മ തരാം. അമ്മ കൊടുത്താൽ മതി. മീശമ്മക്കാണ് ചൂടത്ത് ഇങ്ങനെ വേർതിരിക്കുന്ന ഐസ്ക്രീം കിട്ടിയുള്ള അവസ്ഥയ്ക്ക്. നിനക്ക് നല്ല ഊതിയൊക്കെ തോന്നണം. പെയിന്റ് അടിക്കാം. ഇങ്ങനെ ഈ വെൽഡ് ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഇനിയിപ്പോ അല്ലെങ്കിൽ ഇത് മുകളിൽ ഫിറ്റ് ചെയ്തിട്ടായിരിക്കും അവൻ പെയിന്റ് അടിക്കാം. അപ്പൊ നിലത്തിരിക്കുമ്പോൾ നമുക്ക് അടിക്കാൻ പറ്റുന്ന സ്ഥലം ഒന്ന് അടിച്ചടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കില്ലേ? പുല്ലുമ പെയിന്റ്. അപ്പൊ അങ്ങനെ എല്ലാവരും പോയി പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീണ്ടും നമ്മുടെ ഡോഗ്സിനൊക്കെ തീറ്റ കൊടുക്കലായിരുന്നു ഇത്ര നേരം. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ സൈഡിലെ പുല്ലൊക്കെ നന തുടങ്ങി. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ ഇതേ കംപ്ലീറ്റ് ആവാൻ പോവാണ്. വേറെ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാന്ന് അറിയാം. എന്നാലും എന്തൊക്കെയോ ആരൊക്കെയോ വരുന്നു പോകുന്നു, പണികൾ ചെയ്യുന്നു. എന്തായാലും ഈ ദിവസങ്ങൾ മൊത്തം പണികളൊക്കെ തീർക്കൂട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. നാളെ കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കണം. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ. ഓക്കെ, ബൈ. കറണ്ട് പോയില്ല കറക്റ്റ് സമയത്ത്. കറണ്ട് പോയതല്ലേ, ലൈറ്റ് ഓഫ് ആയി.